ഹലോ ഗേസ്, ഇതാ ഇന്നൊരാൾ ബക്കറ്റും പ്ലാവിൻ്റെ തൈയൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് കൃഷിയിലേക്ക്. ഇതാ ഇന്നത്തെ ഞങ്ങളുടെ 11ാം ഭാഗം കൃഷീൻ്റെ. ഓക്കെ, ഇന്ന് നമ്മുടെ നാടൻ വരിക്കപ്ലാവ്, കുറച്ച് പ്ലാവും തൈ ഞങ്ങൾ പാകിയിട്ടില്ലായിരുന്നു വേനൽക്കാലം. അപ്പം നാടൻ വരിക്ക കുരുവൊക്കെ സെലക്ട് ചെയ്ത് എടുത്തതാണ്. അപ്പോൾ ഇന്നത് നടാനാണ് ഞങ്ങളുടെ പ്ലാൻ. നല്ല മഴയായിരുന്നു ഇന്നലെ രാത്രി. നല്ല നാടൻ വരിക്കേൻ്റെയാണ്, കാണിച്ചു തരാം. കണ്ട, ആദ്യം ചാണപ്പൊടി ഇട്ടു, കുഴിയെടുത്തു, എന്നിട്ട് നല്ല ചാണപ്പൊടി ഇട്ടു. അത് കഴിഞ്ഞ് അതിനെ ഇറക്കി വെച്ച് കുറച്ച് ഉയരം വെച്ച് പോയി. നല്ലൊരു മഴ കഴിഞ്ഞിട്ട് നടാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇന്നലെ രാത്രിയൊക്കെ നല്ല മഴയായിരുന്നു. ഞങ്ങൾക്കൊരു 5-6 മഴയൊക്കെ കിട്ടി. ഇനിയിപ്പം നട്ട് കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ലാണ്ട് അങ്ങ് വളർന്നോളും, പാട്ടം പിടിക്കില്ല. ചാഞ്ഞു പോന്നോട്ടു. ചവിട്ടി അമർത്തും. കൊള്ളി കൂട്ടി കെട്ടി വെക്കുവാൻ വേണ്ട ഒരു നാടൻ പ്ലാവിനെ ആരും ഉപേക്ഷിക്കുകയും ചെയ്യണ്ട കേട്ടോ. ഇപ്പോഴത്തെ നല്ല ബ്ലോക്ക് പ്ലാവൊക്കെ കിട്ടുമ്പോൾ നാടൻ പ്ലാവിനെ ആരും ഉപേക്ഷിക്കണ്ട. ബ്ലോക്ക് പ്ലാവിനെല്ലാം ആയുസ് കുറവാണ്. അതൊക്കെ ഒരു 4-5 വർഷം കഴിയുമ്പോൾ പെട്ടെന്ന് വിയറ്റ്നാം വള്ളിയെല്ലാം ഉണങ്ങിപ്പോകുന്നുണ്ട്. നാടൻ പ്ലാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, അതെപ്പം നല്ല ഇതായിട്ട് നിലനിൽക്കും. ചക്ക പിടിക്കാനൊരു 2-3 വർഷം പിടിക്കുന്നേ ഇല്ല. പക്ഷെ നല്ല പരിചരണമൊക്കെ കൊടുക്കുകയാണെങ്കിൽ ആ പ്ലാവിനും ഒരു 3 വർഷം കഴിയുമ്പോഴത്തേനും ചക്ക പിടിക്കും. നല്ല ചക്കയായിരിക്കും. നല്ല കുരു സെലക്ട് ചെയ്ത് നമ്മൾ പാവിട്ട് നടുവാണെങ്കിൽ നമ്മളെ നാടൻ പ്ലാവിൻ്റെ അത്ര വരില്ല ബ്ലോക്ക് പ്ലാവൊന്നും. ഇനി ഇവനെ ഇവിടുന്ന് ഉഷാറായിട്ട് വരട്ടെ. ഓക്കെ, മതി. അതിന് ഒരു കൊള്ളി കൂട്ടി കെട്ടി കൊടുക്കണം. അതിനുവേണ്ടി അങ്ങ് സൈഡ് കൊണ്ടുവെക്കല്ല, തോട്ടിൻ്റെ സൈഡ് കൊണ്ടുവെക്കല്ല. തോടിൻ്റെ സൈഡ് കൊണ്ടുവച്ച് കഴിഞ്ഞാലുണ്ടല്ലോ കെട്ടങ്ങ് തള്ളിപ്പോവും. ഒരു പ്രാവശ്യം തള്ളിയിട്ട് കെട്ടിയതാണ്. ഇപ്പം വീണ്ടും ഒരു മഹാഗണി ഉണ്ടായിരുന്നു, അത് മുറിച്ച സ്ഥലമാണ്. ഒരു ചെറുനാരകമുണ്ട്, കുറച്ച് ദിവസമായി വേനൽക്കാലേ ഇങ്ങനെ കൊണ്ടുവച്ചതാണ്. അത് നന്നായി വരുന്നുണ്ട്, വരട്ടെ. ഇച്ചിരിയും കൂടെ ആയത്തിൽ തറച്ച് മുറിച്ച് കളക്കാം. ഒന്നും ഞാൻ കണ്ടിട്ടില്ല. അതെ, കത്തിയത് അതെ. ഒരു 2-3 പ്ലാവും തൈയും ഒരു ചെറുനാരകവും അതിലാണ് ഇന്നത്തെ ഞങ്ങളുടെ കൃഷിയുടെ കുഞ്ഞു വീഡിയോ. ഓക്കെ.
മഴ പെയ്യുമ്പം മഴക്കാലമാകുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നട്ടു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടാവശ്യത്തിന് വേണ്ട എല്ലാ സാധനങ്ങളും നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും. പുറത്ത് ആശ്രയിക്കണ്ട. ഒരു 1-2 വർഷം കഷ്ടപ്പെട്ടാൽ ഇഷ്ടം പോലെ സാധനങ്ങൾ ചെറുനാരങ്ങയൊക്കെ നന്നായിട്ടുണ്ടാവും. ഓറഞ്ചൊക്കെ ഞങ്ങളുടെ വീട്ടിൽ ഇഷ്ടം പോലെയുണ്ട്. ഒരു ഓറഞ്ച് കൊണ്ട് നട്ടതാണ്. ഇഷ്ടം പോലെ ഓറഞ്ചുണ്ട്. ഇതേപോലെ ഒരു ചെറുനാരകമൊക്കെ നട്ടു കൊടുക്കുക. എല്ലാവരും കുറച്ച് വെറൈറ്റി ഫ്രൂട്ട്സുകൾ നട്ടു കൊടുക്കുക. എല്ലാ സമയത്തും ഓരോരോ ഫ്രൂട്ട്സുകൾ ഉണ്ടാവട്ടെ എല്ലാവർക്കും. ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് ഞങ്ങൾ നാളെ എത്തുന്നതായിരിക്കും. എല്ലാവരും ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. ഓക്കെ, ബൈ ബൈ.